Hello കൂട്ടുകാരെ, PYQ സീരീസിലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതൊരു കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എ സെയിലിംഗ് ബോട്ട് വിത്ത് ട്രയാങ്കുലർ മാസ് is shown below. Two right triangles can be observed. Triangles ABC and ABD both right angled at B. The distance BC equals to 1 meter and BD equals to 2 meter and height AB equals to 4 meter. Based on the given information, answer the following questions. Find the value of sec D, find the value of cosec C, find the value of tan D plus cot C, find the value of sin square C plus cos square D. ഇവിടെ നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഈ 4 ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യണം. BC equals to 1 meter, BD equals to 2 meter and height AB equals to 4 meter. ഓരോന്നായിട്ട് സോൾവ് ചെയ്യാം. Find the value of sec D. Sec D equals to hypotenuse by adjacent side. ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആംഗിള് ഈ ആംഗിൾ ആണ്. അപ്പോൾ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് AD ആയിരിക്കും. അഡ്ജസന്റ് സൈഡ് ഈസ് BD. BD ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 മീറ്റർ. AB ഈക്വൽസ് ടു 4 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. ADയുടെ മെഷർമെന്റ് നമുക്കറിയില്ല. AD കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യാം. AD സ്ക്വയർ ഈക്വൽസ് ടു BD സ്ക്വയർ പ്ലസ് AB square. BD is 2 square plus AB is 4, then 4 square equals to 4 plus 16 equals to 20. AD square is 20, then AD equals to root 20. Pythagoras theorem ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. റൂട്ട് 20 നമുക്ക് ഒന്നുകൂടെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാം. 20 ഫാക്ടറൈസ് ചെയ്യാം. 20ൽ 2 10 ടൈംസ്, 10ൽ 2 5 ടൈംസ്, 5ൽ 5 1 ടൈം. റൂട്ട് 2 into 2 into 5 equals to 2 root 5 meter. Therefore, sec D equals to AD by BD equals to AD is 2 root 5 by BD is 2. 2 2 ക്യാൻസൽ ചെയ്യാം. ഈക്വൽസ് ടു റൂട്ട് 5. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കൊസീക് സി. കൊസീക് സി ഈക്വൽസ് ടു ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽസ് ടു, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംഗിൾ സി ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് AC ആയിരിക്കും. AC ബൈ AB. AB 4 മീറ്റർ എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ BC 1 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് AC നമുക്ക് അറിയില്ല. അത് കണ്ടുപിടിക്കാനായിട്ട് പൈത്തഗോറസ് തിയറം തന്നെ യൂസ് ചെയ്യാം. AC സ്ക്വയർ ഈക്വൽസ് ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. AB സ്ക്വയർ ഈസ് 4 സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈസ് 1 സ്ക്വയർ ഈക്വൽസ് ടു 16 പ്ലസ് 1 equals to 17. AC square equals to 17. AC equals to root 17 meter. Therefore, cosec C equals to AC by AB. AC is root 17. AB is 4. Root 17 by 4 is the answer. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the value of tan D plus cot C. Tan D plus cot C. Tan D equals to ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇവിടെ കൺസിഡർ ചെയ്യുന്ന ആംഗിള് ഈ ആംഗിൾ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് AB ആയിരിക്കും. അഡ്ജസന്റ് സൈഡ് ഈസ് BD. AB 4 സെന്റിമീറ്റർ എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. BD 2 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. അപ്പോ 4 by 2, 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈം, 2 എന്ന ആൻസർ കിട്ടി. ഇനി കോട്ട് C ഈക്വൽസ് ടു അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽസ് ടു, ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഈ ആംഗിൾ ആണ്. അതിന്റെ അഡ്ജസന്റ് സൈഡ് BC ആണ്. BC ബൈ ഓപ്പോസിറ്റ് സൈഡ് ഈസ് AB. BC ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 മീറ്റർ ആണ്. അപ്പോ 1 by 4. Therefore, tan D plus cot C equals to 2 plus 1 by 4. ഡിനോമിനേറ്റേഴ്സ് സെയിം ആവാനായിട്ട് നമുക്ക് 2 into 4 plus 1 by 4 എന്ന് എഴുതാം. 2 into 4 is 8. 8 plus 1 by 4 equals to 9 by 4. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the value of sin square C plus cos square D. Sin square C plus cos square D. ആദ്യം sin C കണ്ടുപിടിക്കാം. ഈ ആംഗിൾ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് AB ബൈ AC. AB ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4 മീറ്റർ ആണ്. 4 ബൈ AC നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നോക്കാം. റൂട്ട് 17. 4 by root 17 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി കോസ് D നോക്കാം. അഡ്ജസന്റ് സൈഡ് ബൈ
ഹൈപ്പോട്ന്യൂസ്. അതിനായിട്ട് ഈ ആംഗിളാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഈസ് ബി ഡി ബൈ എ ഡി ഈക്വൽസ് ടു ബി ഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 മീറ്റർ ആണ്. ബൈ എ ഡി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ 2√5. 2 2ഉം ക്യാൻസൽ ആവും. അപ്പോൾ 1/√5 എന്ന് കിട്ടും. Therefore, sin square C plus cos square D equals to 4/√17 whole square plus 1/√5 whole square equals to 4 square is 16 by √17 square is 17 plus 1/5 ഈക്വൽസ് ടു അഡീഷൻ ആണ്. ഡിനോമിനേറ്റേഴ്സ് സെയിം ആവണം. അതിനായിട്ട് 17 into 5. 7 5s are 35. 5 here, 3 up. 1 5 is 5. 5 plus 3 is 8. 85. 16 into 5 plus 1 into 17 all divided by 85 equals to 16 into 5 is 80 plus 1 into 17 is 17 by 85. 80 plus 17 is 97 by 85. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? PYQ സീരീസിലെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നാളെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു. ബൈ ബൈ.